രവിയുടെ മനസ്സിൽ ഇപ്പോൾ ഏത് സമയവും രമ്യ തന്നെയാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും എങ്ങോട്ട് നടന്നാലും ഏത് സമയവും കൺമുന്നിൽ അവൾ വന്ന് നിൽക്കുന്നത് പോലെയാണ്. ഇടയ്ക്കിടയ്ക്ക് അവളെ കാണണം എന്നുള്ള തോന്നലും വരുന്നുണ്ട്. സൗമ്യയെക്കുറിച്ച് ഓർക്കുമ്പോൾ അവന് സങ്കടം വരാറുണ്ട്. താൻ തൻ്റെ ഭാര്യയെ ചതിക്കുകയാണോ? ഒരിക്കൽ താൻ വിശ്വാസവഞ്ചനയുടെ വേദന അറിഞ്ഞതാണ്. ആ വിശ്വാസവഞ്ചന തന്നെയാണല്ലോ താനും തൻ്റെ ഭാര്യയോട് ചെയ്യുന്നതെന്ന് അവന് തോന്നി. ഒരിക്കലും അവളെ വഞ്ചിക്കാൻ താൻ ഒരുക്കമല്ല, വഞ്ചിച്ചിട്ടുമില്ല. പിന്നെ ഒറ്റയ്ക്കായി പോയതിൽ രമ്യ ഒന്ന് സഹായിക്കുന്നുവെന്ന് മാത്രം. ഒരിക്കലും വഞ്ചിക്കാൻ പാടില്ല എന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു. കാരണം വഞ്ചിച്ചതിൻ്റെ വേദന അറിഞ്ഞവനാണ് താൻ. താനും അതേ പാതയിൽ കൂടി പോയാൽ താനും രമ്യയും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന് അവന് തോന്നി. എങ്ങനെയും ആ ബന്ധത്തിൽ നിന്നും കുറച്ച് അകലം പാലിക്കണം. അവൾക്ക് വേണ്ടുന്ന സഹായങ്ങളും അവൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാം. പക്ഷേ ഒരിക്കലും ഒരു പ്രണയത്തിലേക്കോ ഒരു മാനസികമായ അടുപ്പത്തിലേക്കോ ഒന്നും പോകാൻ പാടില്ല. പോയി കഴിഞ്ഞാൽ തനിക്ക് ഇപ്പോഴുള്ള തൻ്റെ ജീവിതം പോലും നഷ്ടപ്പെടും. തന്നെ പ്രാണന് തുല്യം സ്നേഹിക്കുന്ന രമ്യ, തൻ്റെ കുഞ്ഞുങ്ങളെ പൊന്നുപോലെ നോക്കുന്ന രമ്യ, തൻ്റെ അമ്മയെ പൊന്നുപോലെ നോക്കുന്ന രമ്യ, വീഴ്ചകളിൽ താങ്ങായി നിന്നവൾ, അവൾ കാരണമാണ് താൻ ഈ നിലയിലെത്തിയത്. അവളുടെ സ്നേഹമാണ് തന്നെ ഓരോ ദിവസവും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അത്രത്തോളം നല്ലവളായ തൻ്റെ ഭാര്യയെ തന്നെ ചതിച്ചിട്ട് പോയവളെ പിറകെ പോകുന്നത് മോശം തന്നെയാണ്. അവന് ഇടയ്ക്കിടയ്ക്ക് ആ ബോധം വരുന്നുണ്ട്. അതിൽ നിന്നും കുറച്ചൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കൗൺസിലിങ്ങിൽ പോയാലോ എന്ന് പോലും അവൻ ചിന്തിച്ചു. ഇടയ്ക്ക് ഫോണിലൊക്കെ മോട്ടിവേഷൻ സ്റ്റാറ്റസുകൾ അല്ലെങ്കിൽ മോട്ടിവേഷൻ വീഡിയോസൊക്കെ കാണാമെന്ന് അവൻ ചിന്തിച്ചു. എങ്ങനെ ഒരാളെ മറക്കാം? അങ്ങനെ അവൻ അതും സെർച്ച് ചെയ്ത് കുറച്ചു നേരം കണ്ടു. പക്ഷേ എന്തൊക്കെ കണ്ടിട്ടും അവൻ്റെ മനസ്സിൽ ആ ഒരു അടുപ്പം കുറയുന്നില്ല. അവളെ കാണാതിരുന്നാലോ അവളെ വിളിക്കാതിരുന്നാലോ അവൾക്ക് മെസ്സേജ് അയക്കാതിരുന്നാലോ അതിൽ മാറ്റം വരുമെന്ന് വിചാരിച്ചു. അതും കുറച്ചു. പക്ഷേ എന്നിട്ടും കാര്യമില്ല. അവൾ ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. അത് തനിക്ക് ഏറെ തലവേദനയും ആകെപ്പാടെ ആശയക്കുഴപ്പവും ഉണ്ടാക്കുന്നുണ്ട്. രവി എന്താ വിളിക്കാത്തേ? രവി എന്താ മെസ്സേജ് അയക്കാത്തേ? രവി കഴിച്ചോ കുടിച്ചോ? രവി എനിക്കൊന്ന് കാണണമായിരുന്നു. ആ കാണാമല്ലോ. അടുത്ത ആഴ്ച ഞാൻ മോനെയും കൊണ്ട് തുണിക്കടയിലേക്ക് വരാം. അപ്പോൾ കാണാം. അടുത്ത ആഴ്ചയോ? നാളെയോ മറ്റന്നാളോ വരാൻ പറ്റുമോ? ഞാൻ എന്തായാലും സൗമ്യയോടൊന്ന് സംസാരിക്കട്ടെ. എല്ലാവരെയും കൂട്ടിയല്ലേ വരാൻ പറ്റൂ. അമ്മയെ കൊണ്ടുവരുമോ? അമ്മയെ കൊണ്ടുവരുന്നില്ല. കാരണം അമ്മ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല. സൗമ്യയും കുട്ടികളും ഞാനുമായിട്ട് വരാം, അവൻ പറഞ്ഞു. ഒരുപാട് അടുപ്പത്തിന് നിൽക്കാത്ത രീതിയിലാണ് അവൻ സംസാരിച്ചത്. മറുതലയ്ക്കൽ രമ്യ വിചാരിച്ചു, എന്ത് പറ്റി രവിക്ക് ഒരു അകൽച്ച പോലെ എന്നവൾ മനസ്സിൽ ചിന്തിച്ചു. തനിക്ക് തോന്നിയതായിരിക്കും, ഒരു പക്ഷേ വർക്കിൻ്റെ വല്ല പ്രഷറുമായിരിക്കാം. അങ്ങനെ കരുതി അവൾ സമാധാനിച്ചു. 2 ദിവസം കഴിയുമ്പോൾ മോനെയും കൊണ്ട് വരുമല്ലോ. ആ ഒരു സന്തോഷത്തിലായിരുന്നു അവൾ പക്ഷേ രവിയുടെ മാറ്റത്തെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും ചിന്തിച്ചില്ല. രവിക്കിപ്പോൾ താനെന്ന് പറഞ്ഞാൽ ജീവനാണ്. അവൾക്ക് ഒരു പ്രണയം മനസ്സിൽ തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ മറുതലയ്ക്കൽ സൗമ്യയെക്കുറിച്ച് ഓർക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ വിഷമത്തിലേക്കും വഴിതിരിക്കുന്നുണ്ട്. ഒരിക്കൽ താൻ അദ്ദേഹത്തിൻ്റെ സ്നേഹത്തെ അവഗണിച്ച് ചതിച്ചിട്ട് പോന്നതാണ്. പിന്നെ അദ്ദേഹത്തിനെ ആഗ്രഹിക്കാൻ പോലും തനിക്ക് അർഹതയില്ല. സഹായിക്കുന്നത് തന്നെ വലിയൊരു പുണ്യമാണ്. പിന്നെ അദ്ദേഹത്തിന് ആഗ്രഹിക്കുകയും കൂടി ചെയ്യുന്നത് ദൈവദോഷമായി പോവും. പകരം വേറൊരു സ്ത്രീ ഉണ്ട്, അദ്ദേഹത്തിനെ പിടിച്ചുയർത്തി കഷ്ടതകളിൽ അദ്ദേഹത്തിന് താങ്ങായി നിന്നവൾ. അവൾ അദ്ദേഹത്തിന് എന്നും കൂട്ടായി വേണമെന്നും അവളുടെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ആ ചിന്തകൾ മാത്രമേ ഉള്ളൂ. മറുതലയ്ക്കൽ അദ്ദേഹത്തിനെ അവൾ അറിയാതെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് പോലും അവൾക്ക് സംശയമായി. അങ്ങനെ രവിയെ ആലോചിച്ചുകൊണ്ട് തന്നെ അവളുടെ ഓരോ ദിവസവും ഇപ്പോൾ കടന്നു പോകുന്നത്. 24 മണിക്കൂർ രവി തന്നെയാണ് ചിന്ത. പക്ഷേ രവി ഇപ്പോൾ പഴയത് കണക്ക് വിളിക്കാത്തത് എന്താണെന്ന് അവൾ ചിന്തിച്ചു. മറ്റേത് കാണാൻ വരട്ടെ, വിളിക്കട്ടെ, മെസ്സേജ് അയക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്ന രവി ഇപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ 1-2 വാക്കിൽ സംസാരിച്ചിട്ട് ഫോൺ വയ്ക്കുന്നു. എന്ത് പറ്റിയോ എന്തോ. അവൾക്ക് ആകെപ്പാടെ ടെൻഷനായി. രവി ഒന്ന് കാണാനും ആഗ്രഹമുണ്ട്, പക്ഷേ രവി അതിന് വില്ലിങ് ആവുന്നതുമില്ല. ഇതെന്താണ് രവിക്ക് പറ്റിയതെന്ന് അവൾ ഇങ്ങനെ ചിന്തിച്ചു. അവൾ മെസ്സേജ് അയച്ചു, രവി എന്ത് പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സൗമ്യ എന്തെങ്കിലും അറിഞ്ഞോ? നോ എന്ന് മാത്രം റിപ്ലൈ. അവൾക്ക് ഒന്ന് വിളിക്കണമെന്ന് തോന്നി. ഇനി എന്തെങ്കിലും കാരണം കൊണ്ടാണോ അദ്ദേഹം വിളിക്കാത്തത്? ഒരു പക്ഷേ താൻ വിളിച്ചാൽ വൈഫെങ്ങാനും അടുത്തുണ്ടോ എന്നുള്ള കാരണം കൊണ്ട് അവൾക്ക് വിളിക്കാനും മടിയായി. അവൾക്ക് ടെൻഷൻ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ വയ്യാത്ത അവസ്ഥ. ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് കണ്ടിരുന്നെങ്കിൽ തൻ്റെ ഈ ഭാരം ഒന്ന് കുറഞ്ഞേനെ എന്ന് അവൾ ചിന്തിച്ചു. പക്ഷേ രവി തന്നിൽ നിന്ന് അകന്നു പോകുന്നോ എന്ന് അവൾക്ക് സംശയം തോന്നി. അങ്ങനെ അകന്നു പോകാൻ അദ്ദേഹത്തിന് കഴിയുമോ? അദ്ദേഹമല്ലേ തന്നെ തേടി വന്നതും തനിക്ക് വീട് വാങ്ങിച്ചു തന്നതും എല്ലാം. പക്ഷെ അങ്ങനെ അദ്ദേഹം അകന്നു പോകില്ല, തനിക്ക് ഉറപ്പുണ്ട്. അവൾ മനസ്സിൽ വിചാരിച്ചു. രവിയുടെ ഓഫീസ് വരെ ഒന്ന് പോയാലോ എന്ന് ചിന്തിച്ചു. വേണ്ട, ഓഫീസിൽ പലർക്കും എന്നെ അറിയാം. ഇനി അതെങ്ങാനും സൗമ്യയുടെ ചെവിയിലെത്തിയാലും അത് മതി. അങ്ങനെ അവൾ വിഷമിച്ചാണിപ്പോൾ ഓരോ ദിവസവും കടന്നു പോകുന്നത്. രവിയാണെങ്കിൽ കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ്. രമ്യയെ കാണാനും ഒക്കെ അവനും ആഗ്രഹമുണ്ട്. പക്ഷേ അവൻ സൗമ്യയുടെ മുഖം മനസ്സിൽ ഇങ്ങനെ ഉറപ്പിച്ച് അതിൽ നിന്നെല്ലാം കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വൈകുന്നേരം ഓഫീസിൽ നിന്നിറങ്ങിയപ്പോൾ രമ്യയുടെ കോള് വരുന്നു. ഹലോ,
രവി എന്താണ് എന്നെ ഇപ്പോൾ വിളിക്കാത്തത്? മറ്റേത് മെസ്സേജ് അയക്കുകയും വിളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണല്ലോ. ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ വിളിക്കുന്നതാണ്. ഇപ്പോൾ എന്ത് പറ്റി? വർക്കിൻ്റെ ഓരോ പ്രഷർ. മുമ്പ് ഇതേ കണക്ക് തന്നെയായിരുന്നല്ലോ, വർക്കിൻ്റെ ഇതുണ്ടായിരുന്നല്ലോ. പിന്നെ അന്നൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഇപ്പോഴെന്താ? ഒന്നുമില്ലടാ, തിരക്കായതുകൊണ്ടല്ലേ. രവിക്ക് എന്നോട് എന്തോ ഒരു അകൽച്ച പോലെ. എനിക്ക് സത്യം അറിയണം. അവൾ പറഞ്ഞു, പ്രത്യേകിച്ചൊന്നുമില്ല, എനിക്കിന്ന് രവിയെ കണ്ടേ പറ്റൂ, എനിക്കിന്ന് രവിയെ കാണണം. അവൾ വല്ലാതെ വാശി പിടിച്ചു. നീ ഒന്ന് സമാധാനപ്പെട്, നമുക്ക് കാണാം. ഇന്ന് കാണാൻ പറ്റില്ല, നാളെ ഞാൻ നോക്കാം, അവൻ പറഞ്ഞു. അല്ല, എനിക്ക് കണ്ടേ പറ്റൂ, ഇന്ന് തന്നെ കാണണം. നീ സമാധാനപ്പെട്. ഇവൾ വല്ലാത്ത ആശയക്കുഴപ്പത്തിലായെന്നും ഇവൾ വല്ലാത്ത മാനസിക സമ്മർദ്ദത്തിലായെന്നും രവിക്ക് തോന്നി. അതിന് കാരണക്കാരനും താൻ തന്നെയാണ്. താനാണല്ലോ അങ്ങോട്ട് തേടിപ്പോയത്. അപ്പോൾ താൻ കാരണം അവൾ ആകപ്പാടെ മാനസിക സമ്മർദ്ദത്തിലായി. ഇനി അത് പ്രശ്നമാകുമോ എന്ന് കരുതി അവൻ കുറച്ചു നേരം അവളോട് സംസാരിച്ചു. അവളെ ഒന്ന് കൂളാക്കി. നീ സമാധാനപ്പെടുന്ന നാളെ നമുക്ക് കാണാമെന്ന് പറഞ്ഞ് ഉറപ്പ് കൊടുത്തതിന് ശേഷമാണ് അവൾ ഫോൺ വെച്ചത്. അവൾക്ക് എന്തോ മനസ്സിനൊരാശ്വാസം തോന്നി. കാരണം മനോജ് ഇല്ലാത്ത സാഹചര്യത്തെ അവൾ അതിജീവിച്ച് അവൾ ആ ഒരു സാഹചര്യത്തോട് പൊരുത്തപ്പെട്ട് ജീവിച്ചപ്പോഴാണ് രവി തൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും കടന്നു വന്നത്. പിന്നീട് എന്തിനും ഏതിനും രവി മാത്രമായി. ഇപ്പോൾ രവി ഇല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എല്ലാ അർത്ഥത്തിലും രവി ഇല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് അവൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തിനും ഏതിനും അവൾക്ക് ഇപ്പോൾ ആകപ്പാടെയുള്ള ഒരു ഉത്തരം രവി മാത്രമാണ്. അങ്ങനെ അവനെക്കുറിച്ചുള്ള ചിന്തകളിലാണ് അവൾ എല്ലാ ദിവസവും കഴിഞ്ഞു പോകുന്നത്. വൈകിട്ട് ഹോസ്റ്റലിൽ ചെന്നിട്ടും അവൾക്ക് എന്തോ ഒരു ഉഷാറില്ലാത്തതുപോലെ തോന്നി. ഫ്രണ്ട്സൊക്കെ ചോദിക്കുന്നുണ്ട്, നിനക്കെന്താ 2-3 ദിവസം കൊണ്ട് എന്തോ ഒരു വിഷമം പോലെ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ തുറന്നു പറ. ഒന്നുമില്ല. എന്ത് മനോജിൻ്റെ അമ്മയെ കാണാൻ പോയിട്ട് അമ്മയ്ക്ക് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ പഴയ കളിയും ചിരിയും ഒന്നും കാണുന്നില്ലല്ലോ, അത് കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴും നമുക്ക് ഒരുപോലെ ഒന്നും ഇരിക്കാൻ പറ്റില്ലല്ലോ, മനുഷ്യന്മാരല്ലേ. പ്രത്യേകിച്ചൊന്നും ഇല്ല. അവൾ ഒഴിഞ്ഞു മാറിയായിരുന്നു സംസാരിച്ചത്. ഫ്രണ്ട്സിനൊക്കെ മനസ്സിലാവും എന്തൊക്കെയോ പ്രശ്നങ്ങൾ രമ്യയ്ക്കുണ്ടെന്ന്. പക്ഷെ അവൾ ഒന്നും വിട്ടു പറയാൻ തയ്യാറല്ലാത്തതിനാൽ അവർക്ക് കൂടുതൽ ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നി. അങ്ങനെ ആ ദിവസം കടന്നുപോയി. പിറ്റേന്ന് നേരം വെളുക്കണേ എന്നായിരുന്നു രമ്യയുടെ പ്രാർത്ഥന. രവിയെ വൈകുന്നേരം കാണാൻ പറ്റുമല്ലോ. അങ്ങനെ രവിയെയും ആലോചിച്ചുകൊണ്ട് അവൾ കിടന്നു. മറുതലയ്ക്കൽ രവി വീട്ടിൽ വന്ന് എല്ലാവരോടും ചിരിയും കളിയും സംസാരവുമായി പഴയ രീതിയിൽ ആക്റ്റീവായി. രമ്യയെ ഹൈഡ് ചെയ്ത് വെച്ചു. കാരണം അവൾ അങ്ങനെ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്താൽ പ്രശ്നമാകും. നമ്പരും താൽക്കാലികമായി ബ്ലോക്ക് ചെയ്ത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ട് വിളിക്കാം. അവന് തന്നെ സ്വയം ബോധ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ തൻ്റെ ജീവിതം ഇല്ലാതെയാകും. അതുകൊണ്ട് തന്നെ അവൾക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ഓക്കെ, പക്ഷേ അവളോടുള്ള അടുപ്പം കുറച്ച് കുറയ്ക്കണമെന്ന് അവന് സ്വയം തോന്നിയത് കൊണ്ട് തന്നെ അവനിപ്പോൾ വലുതായിട്ട് മെസ്സേജ് അയക്കാനോ വിളിക്കാനോ ഒന്നും നിൽക്കാറില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഫുൾ ടൈം സൗമ്യയോടും പിള്ളാരോടും അമ്മയോടും ഒപ്പം ചിലവഴിക്കുന്നുണ്ട്. കാരണം അവരാണ് തനിക്ക് ഏറ്റവും വലുത് ഈ ഭൂമിയിൽ എന്ന് അവൻ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കിട്ടുന്ന സമയമല്ല ഇപ്പോൾ അവരോടൊപ്പം ചിലവഴിക്കാനാണ് ശ്രമിക്കുന്നത്. അവളെ ബ്ലോക്ക് ചെയ്ത് മെസ്സേജ് ഹൈഡ് ചെയ്തതിനാൽ അവൾ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്താലും അറിയാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ഫോൺ കൊണ്ടുവന്ന് ടേബിളിൻ്റെ മേളിൽ വെച്ചിട്ടാണ് എല്ലാവരോടും ചിരിയും കളിയും ഒക്കെ. അതിനുശേഷം എല്ലാവരും അത്താഴം കഴിച്ച് പഴയതുപോലെ രണ്ടുപേരും കുറച്ചു നേരം റീൽസ് കണ്ട് സുഖമായി കിടന്നുറങ്ങി. അവൻ അന്നത്തെ ദിവസം രമ്യയുടെ വാട്സപ്പ് മെസ്സേജോ ഒന്നും നോക്കാൻ പോയില്ല. അതുപോലെ തന്നെ കോൾ ബ്ലോക്ക് ചെയ്തത് അഴിച്ചതുമില്ല. അങ്ങനെ രാവിലെ ഓഫീസിൽ പോകുന്ന തിരക്കും കാര്യങ്ങളുമൊക്കെ ഓഫീസിൽ ചെന്നതിന് ശേഷമാണ് അവളുടെ വാട്സപ്പ് മെസ്സേജ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ എന്ന് ഓർത്തത്. അവൻ കയറി നോക്കിയപ്പോൾ 1 കിൻഡൽ മെസ്സേജ് രവി എന്നൊരു 100 വട്ടം വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ എന്താ മെസ്സേജ് അയക്കാത്തത്, എന്താ വിളിക്കാത്തത്, എനിക്ക് കാണാൻ തോന്നുന്നു, അങ്ങനെ കുറേ മെസ്സേജുകൾ അവൾ അയച്ചിരിക്കുന്നു. അതിനൊക്കെ താൻ എന്ത് മറുപടി കൊടുക്കുമെന്നാണ് അവൻ ചിന്തിച്ചത്. കാര്യം ഇന്നലെ അവളുടെ കാര്യം താൻ സത്യത്തിൽ വിട്ടുപോയി, മറന്നും പോയി. ബ്ലോക്ക് ചെയ്തത് അവൻ അഴിച്ചു. അന്നേരമോ 1 കിൻഡൽ മിസ് കോൾ. ഇവൾ എന്ത് ഭാവിച്ചാണ് തന്നെ വിളിച്ചതെന്നാണ് അവൻ ചിന്തിച്ചത്. ഒരുപക്ഷെ താൻ ബ്ലോക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ. അവൾ തന്നെയാണ് തന്നെ ഉപദേശിക്കുന്നത്, രവി സൗമ്യ അറിയരുത് ജീവിതം നോക്കണമെന്നൊക്കെ. എന്നിട്ട് അവൾ തന്നെ വിളിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് അവൻ ചിന്തിച്ചു. എന്തായാലും വൈകുന്നേരം ഒന്ന് കാണാം. കാര്യം വൈകുന്നേരം കണ്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇനി ഇവൾ അതൊരു പ്രശ്നമാക്കിയിട്ട് അവൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതും തൻ്റെ തലയിലാവും. അങ്ങനെ രവിയുടെ ജോലികളുമായി മുഴുകി. വൈകുന്നേരത്തെ കാര്യം പോലും അവൻ ഇപ്പോൾ മറന്നിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഈ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്.